ഇപ്പോൾ വരുന്ന വാർത്ത ഡിവൈഎഫ്ഐ പരിപാടിക്ക് ശശി തരൂരിന് ക്ഷണം. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് നേതാക്കൾ നേരിട്ടെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. ഇടത് സർക്കാരിന്റെ വ്യവസായ നയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ലേഖനത്തിൽ നടത്തിയ പരാമർശങ്ങൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമാണ് ഉണ്ടാക്കിയത്. തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് എത്തിയപ്പോൾ CPM നേതാക്കൾ, ഇടത് നേതാക്കൾ ശശി തരൂരിനെ അഭിനന്ദിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പരിപാടിക്ക് തന്നെ ശശി തരൂരിന് ക്ഷണം ഉണ്ടായിരിക്കുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? ആരെല്ലാമാണ് ശശി തരൂരിനെ ക്ഷണിച്ചത്? ഇത് ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വിവരം? ശശി തരൂരും കോൺഗ്രസുമായി അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് മഞ്ഞുവീഴ്ചൽ ശ്രമം എന്ന രീതിയിൽ 2.5 വർഷത്തിലേറെയായി തരൂറിനെ അപ്പോയിന്റ്മെന്റ് പോലും അനുവദിക്കാത്ത രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച, സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെ, സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെ അഭിനന്ദിച്ച ശശി തരൂറിനെ ഡിവൈഎഫ്ഐ അവരുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ നേരിട്ട് കണ്ടാണ് ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് ക്ഷണിച്ചത്. അത് പിന്നീട് റഹീം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. അതിന്റെ കുറിപ്പ് ഷാജർ, ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി കൂടിയായ ഷാജറും VK സനോജും റഹീം ചേർന്നാണ് ഡൽഹിയിൽ ശശി തരൂറിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് ക്ഷണിച്ചത്. ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെയും തന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനെയും അദ്ദേഹം അഭിനന്ദിച്ചുവെന്ന് ഈ റഹീമിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. രാജ്യത്ത് ആദ്യമായ ഒരു യുവജന സംഘടന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്ന മാർച്ച് 1-2 തീയതി ടാഗോർ തിയേറ്ററിലാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ തരൂർ പങ്കെടുക്കില്ല. അദ്ദേഹം ഡിവൈഎഫ്ഐ അഭിനന്ദിച്ചെങ്കിലും തരൂർ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ 2 ദിവസങ്ങളിൽ നേരത്തെ ഞാൻ തിരികെ എത്താം. അരുൺ, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് VK സനോജ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. സനോജ്, ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണോ? ഇത്രയും ഒരു ലേഖന വിവാദം, വ്യവസായ നയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പുകയുന്ന സമയത്ത് ഡിവൈഎഫ്ഐ നടത്തുന്ന, CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണോ തരൂരിനുള്ള ക്ഷണം? അല്ല, ഞങ്ങള് വളരെ നേരത്തെ തന്നെ ആലോചിച്ച ഒരു പരിപാടിയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ വിവിധ പരിപാടികളുണ്ട്. അപ്പൊ വിവിധ സെഷനുകളുണ്ട്, പിച്ചിങ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അത്തരം പരിപാടികളിലേക്ക് വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള, കേരളത്തിന്റെ ഈ മുന്നേറ്റത്തെ കുറിച്ചൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ശശി തരൂർ കൂടി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. മാത്രമല്ല, തിരുവനന്തപുരത്താണ് പരിപാടി നടക്കുന്നത്. അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധി കൂടിയാണ്. ആ നിലയിലാണ് ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്, നേരിട്ട് പരിപാടിക്ക് ക്ഷണിച്ചത്. അദ്ദേഹം പരിപാടിക്ക് വരും എന്ന് ഡിവൈഎഫ്ഐക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. വികസനത്തെ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. പിന്നെ അദ്ദേഹത്തിന് അന്ന് നേരത്തെ എത്തിപ്പോയ 1-2 പരിപാടികളുണ്ട്. അപ്പൊ അതിന് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇത് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത സംസ്ഥാന കോൺഗ്രസിനകത്ത് പുകയുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങുന്ന ശശി തരൂര് ഈ ഒരു അവസരത്തിൽ CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി ഇത് നീക്കമായി ഇത് വ്യാഖ്യാനിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ സനോജ്? അല്ല, ഇതിന് രാഷ്ട്രീയ നീക്കത്തിനും കാര്യമില്ല. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് അഭിപ്രായമല്ലേ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പലവിധ അഭിപ്രായങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പെട്ട്, പക്ഷേ അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുള്ള ഈ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഡാറ്റ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയത്. അപ്പൊ അതിന്മേലാണല്ലോ ഒരു വിവാദം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും അങ്ങനെ വിവാദം ഉണ്ടാക്കിയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടും രമേശ് ചെന്നിത്തലയോടൊക്കെ കേരളീയ സമൂഹം നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു പ്രശ്നം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാതിരുന്നൊരു വിഷയം വളരെ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ കേരളം ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത് കേരളം ഇത്രമാത്രം മാറിയിട്ടുണ്ടോ എന്നൊരു വലിയ പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് വന്നല്ലോ. സനോജ്, അപ്പോൾ ഇത് പരിപാടിയിൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ ഈ നടത്തിയ ലേഖനത്തിലെ പരാമർശങ്ങളിൽ അദ്ദേഹം പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ അത് തിരുത്തണമെന്നും ഉള്ളിൽ കരുതുകയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഈ ഭിന്നത കൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ചിന്ത ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയും വിലയിരുത്തപ്പെടാലോ. ഒരിക്കലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വികസന ഞങ്ങൾ ഈ പരിപാടിയോട് വളരെ
പോസിറ്റീവായിട്ട് നല്ല പരിപാടിയാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നേരത്തെ ചില പരിപാടികൾ ഏറ്റുപോയത് കൊണ്ട് ശശി തരൂരിനെ പോലുള്ള ആളുകൾ നമുക്കറിയാലോ, വലിയ ഈ രാജ്യത്തുടനീളം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ പരിപാടിയിൽ പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങളെ പരിപാടിയോട് ഒരു മുഖം തിരിച്ചിരുന്ന സമീപനമല്ല ഞങ്ങളോട് കാണിച്ചത്. ഞങ്ങള് ഇപ്പം ഇവിടെ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് അതിനേ ഉള്ളൂ അദ്ദേഹത്തെ കണ്ടിട്ട്. നമ്മളിപ്പോ കണ്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ്, ബസ്സിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. നന്ദി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ പ്രതികരിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് MLA രാഹുൽ മാങ്കൂട്ടത്തിലും ചേരുന്നു. ഡിവൈഎഫ്ഐ ഒരു മുഴ മുന്നേ എറിയുന്നു. സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് തന്നെ നേരിട്ട് ശശി തരൂരിനെ കണ്ട് ക്ഷണിക്കുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചതെന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെ കാണുന്നു രാഹുൽ? ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. എന്താ സംഭവം? ഡിവൈഎഫ്ഐ സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുന്നതാണോ? ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. റഹീം അല്പം മുൻപ് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ച കാര്യമടക്കം. ഇപ്പോൾ വി കെ സനോജ് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം സ്ഥലത്തുണ്ടാവുകയില്ല, അതുകൊണ്ട് വരികയില്ല എന്നാണ്. പക്ഷേ എല്ലാ ആശംസകളും നേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഇനിയെങ്കിലും നല്ലതാണ്. നടത്തുമ്പോൾ കേരളീയ പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ഇവർ പൂട്ടിച്ച നിരവധി വ്യവസായ ചെറുതും വലുതുമായ പെട്ടിക്കടകൾ തൊട്ട് വ്യവസായ സ്ഥാപനങ്ങൾ വരെ ഇവരാ കൊടിയും പിടിച്ചുകൊണ്ടുപോയി പൂട്ടിച്ച സംരംഭകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ട്രിബ്യൂട്ട് കൂടെ വെച്ചിട്ട് വേണം ഈ പരിപാടി തുടങ്ങാൻ. എന്തായാലും അത്തരത്തിലുള്ള പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിനോട് നാളിതുവരെ ചെയ്ത എല്ലാ ദ്രോഹത്തിനുമുള്ളൊരു പരിഹാരം എന്ന നിലയിൽ പശ്ചാത്താപത്തിൽ നിന്നായിരിക്കും അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. രാഹുൽ, ഇതിനകത്ത് വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് ശശി തരൂർ പറഞ്ഞു. അതാണ് റഹീമിന്റെ പോസ്റ്റിനകത്ത് അത് തന്നെയാണ് സനോജും പറയുന്നു. അതായത് സർക്കാരിന്റെ വികസന നയങ്ങളെ അഭിനന്ദിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരാൾ എന്ന രീതിയിൽ കൂടിയാണ് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം CPM ഉദ്ദേശിക്കുന്നുണ്ടോ? CPMന്റെ യുവജന സംഘടന ഉദ്ദേശിക്കുന്നുണ്ടോ? കോൺഗ്രസ് അതൊന്നും അങ്ങനെ എന്തെങ്കിലും മണക്കുന്നുണ്ടോ? അല്ല, ഇവര് അങ്ങനെ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടാകും. അങ്ങനെ മണത്ത് കണ്ടുപിടിക്കാനും മാത്രം എന്തോ ഒരു വലിയ കാര്യം ഇവർ ചെയ്യുന്നതായിട്ട് നമുക്കാർക്കും ഒരു തോന്നലൊന്നുമില്ല. പിന്നെ വികസന കാര്യത്തിൽ ഡോക്ടർ തരൂർ പറഞ്ഞത് തന്നെയാണല്ലോ കോൺഗ്രസ് പൊതുനിലപാടാണല്ലോ അത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും കോൺഗ്രസ് നേതാവുണ്ടോ? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം തന്നെയാണല്ലോ ഡോക്ടർ തരൂരും പറയുന്നത്. വികസനത്തിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പോ യുവജന സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിലായാലും MLA എന്ന നിലയിലായാലും നമ്മൾ സർക്കാരിനോട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ്? വികസനം നടത്തണം എന്ന് തന്നെയല്ലേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന മെട്രോ, ആ മെട്രോയുടെ എയർപോർട്ടിലേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ എത്ര കാലമായിട്ടുള്ള ഡിമാൻഡാണ്. ആ വികസനത്തിന് നമ്മളെല്ലാവരും അനുകൂലമായി നിൽക്കുമ്പോൾ സർക്കാർ അനുകൂലമല്ല. ഈ കേരളത്തിനകത്തെ കുറെ കൂടി വ്യവസായ സൗഹാർദ്ദ സംസ്ഥാനമായി മാറ്റണം. ഈ സംസ്ഥാനത്തിനകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ പണിമുടക്കുകൾ, CI2 എന്ന് പറയുന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ്, ഇതെല്ലാം അവസാനിപ്പിക്കണം. നമ്മൾ എത്ര കാലമായിട്ട് അത്രയും വികസനോന്മുഖമായ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ, അതെല്ലാം അംഗീകരിക്കാം. അപ്പോഴും ഇങ്ങനൊരു വലിയൊരു രാഷ്ട്രീയ വിഷയം നിൽക്കുന്നത് കൊണ്ടുകൂടി കോൺഗ്രസിനകത്ത കാര്യമായതുകൊണ്ട് തന്നെ ശശി തരൂർ ഇവർ പോകുന്നു, കാണുന്നു, ക്ഷണിക്കുന്നു, ഈ ചില അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തനിക്ക് വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നോട്ട് കൊടുത്തു എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. റഹീമാണല്ലോ അങ്ങനെ പോസ്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. ശശി തരൂരിന്റെ ആ ഒരു പ്രതികരണത്തോട് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അതിപ്പോ എത്രയോ CPM വെക്കുന്ന എത്രയോ പരിപാടികൾ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിക്കാറുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് സമയവും സാഹചര്യവും സൗകര്യവും ഉണ്ടെങ്കിൽ പങ്കെടുക്കുമില്ല എങ്കിൽ പങ്കെടുക്കില്ല. അതിനകത്ത് എന്താണ് ഒരു പ്രത്യേകമായ കൗതുകം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മാത്രമല്ല, ഇവരിപ്പം ഒരു സ്റ്റാർട്ടപ്പ് പരിപാടി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലാതെ ആരെയെ വിളിച്ചുകൊണ്ടുപോയി ഇരുത്തുക? ഇപ്പൊ DYFI നടത്തുമ്പോൾ ഇപ്പൊ രാജീവിനെ കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റുമോ? രാജീവ് കേരളത്തിന്റെ വ്യവസായ ഉപമന്ത്രി ആണെങ്കിലും ഇപ്പൊ മെട്രോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ, അതടക്കമുള്ള സമരങ്ങൾ നടത്തിയ രാജീവിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? എന്റെ നെഞ്ചിലൂടെ വിമാനം പറന്നിറങ്ങും എന്ന് പറഞ്ഞ S ശർമ്മയെ കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? ഈ എയർപോർട്ട് ഞാൻ തവിട് പൊടിയാക്കും എന്ന് പറഞ്ഞ EP ജയരാജനെ നമുക്ക് കൊണ്ടുവന്നിരുത്താൻ പറ്റുമോ? കോൺഗ്രസ് രാഹുൽ, പക്ഷേ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത നേതാക്കന്മാരൊക്കെ കോൺഗ്രസിനകത്തുണ്ടല്ലോ, മറ്റാരെയും വിളിച്ചിട്ടില്ല. ഈ സമയത്ത് കൃത്യമായി ശശി തരൂരിന് മാത്രം ക്ഷണം എന്തുകൊണ്ടായിരിക്കും? അത് അവരോട് ചോദിക്കേണ്ടതാണ്. അവര് ഡോക്ടർ തരൂരിനെ വിളിക്കട്ടെ. ഡോക്ടർ തരൂരിനെ വിളിച്ച് അദ്ദേഹം അവൈലബിൾ അല്ല എങ്കിൽ ക്ഷമിക്കണം, ശ്രീ AK ആന്റണി സാറിനെ
കേരളത്തിലൊരു ആധുനിക വ്യവസായ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച് കാനഡി സാറിനെ ക്ഷണിക്കട്ടെ. അദ്ദേഹത്തിന് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം പങ്കെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നിർബന്ധമായിട്ടും ഇവര് കേരളത്തിലെ വ്യവസായ പുരോഗതി ചർച്ച ചെയ്യുകയാണെങ്കിൽ വിളിക്കേണ്ടുന്ന ഒരു പേര് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുക, അദ്ദേഹം പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ. അതല്ലെങ്കിൽ ഡോക്ടർ എം കെ മുനീറിനെ വിളിക്കാമല്ലോ. അവരൊന്നും വിളിച്ചിട്ടില്ല രാഹുൽ, ആകെ ശശി തരൂരിന് മാത്രമാണ് ഇതുവരെ ക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവരാണല്ലോ തീരുമാനിക്കേണ്ടത്, അവരാരെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കിപ്പോ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയാണെങ്കിൽ ഡോക്ടർ തരൂർ അടക്കം, ഇപ്പൊ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു തരത്തിലൊരു സമ്മിറ്റ് ആണെങ്കിൽ ഡോക്ടർ തരൂർ തൊട്ട് കാനഡി സാർ തൊട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തൊട്ട് നിരവധി ആളുകളെ ഞാൻ ക്ഷണിച്ചേനെയും ഒപ്പം ഇവരെയും ക്ഷണിക്കും. എങ്ങനെയൊക്കെയാണ് ഒരു വ്യവസായം മുടക്കുന്നത്, വ്യവസായ മേഖല നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ് എന്നൊരു ഡിസ്കഷൻ വെച്ചിട്ട് അതിനകത്ത് ആ വെല്ലുവിളി എന്ന നിലയിൽ ഡിവൈഎഫ്ഐക്കാരെയോ അല്ലെങ്കിൽ പി രാജീവിനെയോ അല്ലെങ്കിൽ പി ജയരാജനെ അങ്ങനെ ആരെങ്കിലും ഞാൻ ക്ഷണിച്ചു. ഒറ്റ കാര്യം കൂടെ രാഹുൽ, തരൂർ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം പങ്കെടുക്കുമായിരുന്നെങ്കിൽ സംസ്ഥാന കോൺഗ്രസിന് അതിന് പരിഭവം ഉണ്ടാകുമായിരുന്നോ? അല്ല, അതൊന്ന് ഭയങ്കര സാങ്കല്പികമായ ഒരു ചോദ്യമല്ലേ. നമ്മളിന്നൊരു തലക്കെട്ട്, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു വാചകത്തിന്റെ ഒരു തലക്കെട്ടിന് വേണ്ടി മാത്രമുള്ളൊരു ചോദ്യമല്ലേ ഇത്. കാരണം ഇത്തരത്തിൽ ഡോക്ടർ തരൂർ പങ്കെടുക്കുന്നില്ല എന്ന് അവരെ തന്നെ അറിയിച്ചു. ഇനി ഡോക്ടർ തരൂർ പങ്കെടുക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രതികരണം എന്നൊക്കെ ഇപ്പം അങ്ങനെ നമുക്ക് സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് പിന്നെ ഡിവൈഎഫ്ഐ നടത്തിയ, അതായത് CPM ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു സെമിനാറിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പങ്കെടുത്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ പങ്കെടുക്കാറില്ല. ചില വിഷയങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, ചില വിഷയങ്ങളിൽ പങ്കെടുക്കാറില്ല. അതൊക്കെ അതാത് സമയത്തും സാഹചര്യത്തിലും എടുക്കുന്ന നിലപാടുകളാണല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് വാർത്തയുടെ ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റൈറ്റ്, വളരെ നന്ദി. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയാണ് പ്രതികരിച്ചത്. വി അരുണും ചേർന്നു. അരുൺ, ഇതും ഒരു ഏതായാലും തരൂര് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട് എന്ന് പറയുമ്പോഴും താൻ വികസനത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് തരൂർ പറഞ്ഞ്, റൈറ്റ്, അങ്ങനെയാണ് റഹീമിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് വളരെ പോസിറ്റീവായിട്ടാണ് ശശി തരൂർ ഡിവൈഎഫ്ഐ നേതാക്കളോട് പ്രതികരിച്ചത് എന്ന് VK സനോജും ന്യൂസ് 8നോട് പ്രതികരിക്കുകയുണ്ടായി. റഹീം പറയുന്നത് വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് ശശി തരൂർ പറഞ്ഞു എന്ന് തന്നെയാണ്. തനിക്ക് ഈ പറഞ്ഞ 2 ദിവസങ്ങളിലും, മാർച്ച് ആദ്യ ദിവസങ്ങളിലാണ് ഇത് തിരുവനന്തപുരത്ത് നടക്കുന്നത്, തനിക്ക് അതുകൊണ്ട് നേരത്തെ പരിപാടികൾ നിശ്ചയിച്ചതിനാൽ വരാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. വി അരുണിലേക്ക് ചേർന്ന അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ അത് കോൺഗ്രസിന് എടുക്കുന്ന ചില നിലപാടുകൾ, അദ്ദേഹം എന്തായാലും പങ്കെടുക്കുന്നില്ലല്ലോ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ ക്ഷണമനുസരിച്ച് പങ്കെടുത്തിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കാണണ്ട. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് കടക്കണം തരൂരുമായി ബന്ധപ്പെട്ട് എന്ന് സംസ്ഥാന കോൺഗ്രസ് കരുതുന്നില്ല. അതൊരു വശത്ത്. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ശശി തരൂരിന്റെ കോർട്ടിൽ കിടക്കുന്ന പന്ത് കൂടിയാണ്. ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ 2 തരത്തിലുള്ള വിലയിരുത്തലുകളാണോ നടത്തേണ്ടത്? അപർണ, CPM അല്ലെങ്കിൽ CPMമായി ബന്ധ പരിപാടികൾ ശശി തരൂരിനെ ക്ഷണിക്കുന്നത് ഇത് ആദ്യമല്ല. നമുക്ക് കഴിഞ്ഞ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ അന്ന് ശശി തരൂരിനെ ഒരു സെഷനുമായി CPM ക്ഷണിച്ചിരുന്നു. ശശി തരൂരിനെയും അന്ന് KV തോമസ് കോൺഗ്രസിലായിരുന്നു, കോൺഗ്രസുമായി പിണങ്ങുന്ന സമയമായിരുന്നു. KV തോമസിനെയും ക്ഷണിച്ചിരുന്നു. വികസന സെമിനാറിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ശശി തരൂരിനെ CPM ക്ഷണിക്കുകയും പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ എതിർപ്പിനെ തുടർന്ന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴും കോൺഗ്രസുമായി ഇങ്ങനെ തെറ്റുനിൽക്കുമ്പോഴാണ് തരൂരിനെ ഡിവൈഎഫ്ഐ അവരുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കുന്നത്. അതും തീർച്ചയായും ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോട് തന്നെയാണ്. ഡിവൈഎഫ്ഐ നേതാക്കൾ എന്ത് നിഷ്കളങ്കമായ മറുപടി പറഞ്ഞാലും രാഷ്ട്രീയമുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം കോൺഗ്രസുമായി ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. കോൺഗ്രസ് സർക്കാരിനെ തരൂർ പുകഴ്ത്തി പറയുന്നു, സർക്കാരിന്റെ വ്യാവസായിക നയത്തെ ശ്ലാഘിക്കുന്നു. അങ്ങനെ അവസരത്തിൽ ശശി തരൂരിനെ നേരിട്ടെത്തി ഡിവൈഎഫ്ഐ നേതാക്കൾ ക്ഷണിച്ചതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ തരൂർ അതിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ നേരത്തെ തീരുമാനിച്ച പരിപാടികളുടെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് വളരെ നേരത്തെ ചാർട്ട് ചെയ്യുന്നതാണെന്ന് വസ്തുതയാണ്. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അല്ലെങ്കിലും രാഷ്ട്രീയമായ എതിർപ്പ് കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായേനെ. സംസ്ഥാന സർക്കാരിന്റെ വികസന നയത്തെ പിന്താങ്ങുക, ശ്ലാഘിക്കുക, തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. അങ്ങനെ വന്നാൽ അത് രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയായേനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പങ്കെടുക്കാനൊക്കെ കോൺഗ്രസ് തിരക്കുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകും. റൈറ്റ്, വി അരുൺ വിവരങ്ങൾ നൽകിയതൊപ്പം VK സനോജും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു.